ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കണ്ണൂരൊരു പ്രോഗ്രാമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രോഗ്രാം, വൈകുന്നേരമാണ്. ഇപ്പം ഏകദേശം 11:50 ആയി. ഇപ്പോൾ 12:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്രയും കാലം അത് ചെയ്യണം എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ക്യാമറ ഇവിടെ വെക്കാം. പൂലായിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ ഫേസ് ഇതാണ് ഗൈസ്. ഫിറൂൻ്റെ കുപ്പായാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ മേക്കപ്പ് ഹൗസ്. ഇത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതുണ്ട്, അതൊരു കാണിച്ചു തരാവേ. അതായത് അലമാരയുടെ മിററുണ്ട്, അത് പോലെ നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ മിററിൽ നോക്കിയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ബാക്കിലുള്ളത് ടോയ്ലറ്റാണ് ഗൈസ്, അത് നിങ്ങളാരും നോക്കണ്ട. അപ്പം ഇതൊരു പ്രൊഫഷണൽ വീഡിയോ ആയിരിക്കില്ല ഗൈസ്, കാരണം എനിക്ക് പ്രൊഫഷണലി ചെയ്യാനും അറിയില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലിട്ടില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ്. ഒന്നിൻ്റെയും ബ്രാൻഡ് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലതാണ്, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത് ആക്ച്വലി തീരാനായിരിക്കും, നമുക്ക് വേറെ വാങ്ങണം. നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടി വരും. ഓക്കെ, ഈ സൺസ്ക്രീൻ നല്ലോണം, പക്ഷെ ഇത് കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, എങ്ങനെയാണ് സൺസ്ക്രീൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് ഇടാറുള്ളത്. നമുക്കിനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സൺസ്ക്രീൻ ഞാൻ ഇടാറുണ്ട് എപ്പോഴും, അത് കാരണം എന്ന് വെച്ചാൽ നല്ലതായിട്ട് ടാൻ അടിക്കും. ഞാൻ പെട്ടെന്ന് ടാൻ അടിക്കുന്നത് സ്കിന്നാണ്. പെട്ടെന്ന് കിട്ടുന്ന പൈസ ദൂരത്തിട്ട് ഒരു സൺസ്ക്രീൻ വേണം. ഓക്കെ, നമുക്കിങ്ങനെ ഇതാക്കി കൊടുക്കാം. എല്ലാവരും മോയ്സ്ചറൈസർ പറ്റിയത് ഇടാറുണ്ട്, ഞാൻ ഇടാറില്ല. ഞാനൊരു സ്കിൻ കെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. അപ്പോൾ ഏകദേശം എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാറാണ് പോകുന്നത്, നമ്മൾ വലിയതായിട്ടൊന്നും വേണ്ട. ഓക്കെ, ദെൻ നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്യാം. പോയി എടുത്തോട്ടെ. ശരിക്കും ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് ആൾക്കാർ ചെയ്യുമല്ലേ, നല്ല രസമല്ലേ അങ്ങനെ. ശരിക്കും ഒരു അങ്ങനത്തെ ഒരു വൈബല്ല എൻ്റെ ഇത്. ഒരു പുസ്തകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും. പക്ഷേ ഇതൊരു കൺസീലറാണ് ഗൈസ്. ഇത് ഈബേയുടേതാണ്. അപ്പോൾ കണ്ണിനടിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ പുള്ളിയൊരു പാടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തരുന്നത്. അല്ലെങ്കിൽ ഞാൻ അറിയില്ല കേട്ടോ, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് തരുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എങ്ങനെ കിടന്നവർ കാണാതെ നിങ്ങൾക്ക് ആത്മാണെന്ന് അറിയില്ല. ഓക്കെ, വേണ്ട. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സെറ്റായില്ല. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും ഇതൊക്കെ ഇടാറുണ്ടെന്ന്. നോ ഗൈസ്, പ്രോഗ്രാം വരുമ്പോൾ മാത്രം ഞാൻ അല്ലെങ്കിൽ സൺസ്ക്രീനും പൗഡറാണ് ഇടാറുള്ളത് ഗൈസ്. എൻ്റെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് ലാക്മേയുടെ ഇതൊന്നാണ്, ഇതിൻ്റെ ഷെയ്ഡ് അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, കറണ്ട് പോയി ഗൈസ്. അതായത് ഫൗണ്ടേഷനാണ്, ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഗൈസ്. ഞാൻ അത് ഈബേയായിരുന്നു ഉപയോഗിക്കുന്നത്, തീർന്നു പോയി. ഓക്കെ, ഇനി നമ്മൾക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. ഇത് സംഭവം സെറ്റായാൽ മതിയല്ലേ. ഓക്കെ, അടുത്തതാണ് വിവാദപരമായ എൻ്റെ കണ്ണെഴുത്ത്. പൊതുവെ ആൾക്കാർ കണ്ണെഴുതുമ്പോൾ എന്തിനാ ഇത്രയും കണ്ണെഴുതുന്നതെന്ന് ചോദിക്കാറുണ്ട്.
പക്ഷേ അത് ഞാനങ്ങനെയാണ് ശീലിച്ചത്, എനിക്കങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ണെഴുതുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നത് ഈബയുടെ ഒരു ലോങ് ഒരു പിൻ പോയിന്റ് ടൈപ്പ് ഐലൈനർ ഉണ്ടായിരുന്നില്ലേ, അതായിരുന്നു. അത് തീർന്നു. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് കണ്ണെഴുതുന്നു. ഇത് ഡാസ്ലറാണ്, ഇത് നമ്മളുടെ ഹിമാലയയുടെ കാജലാണ്. കണ്ണെഴുതുമ്പോൾ നമുക്ക് കുഞ്ഞി കണ്ണാടി വേണം. എൻ്റെ കോമ്പാക്ട് പൗഡറിൻ്റെ ബാക്കിലുള്ള സാധനം. ഓക്കെ, കണ്ണെഴുതാം. കറണ്ട് വന്നു, കണ്ണെഴുതാൻ പോയപ്പോൾ. കണ്ണില്ല, എല്ലാവരും ഇങ്ങനെ കട്ടിയിലെഴുതുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും. ആക്ച്വലി എനിക്ക് അങ്ങനെ ഞാൻ എങ്ങനെ തിന്നാക്കി ചെയ്താലും അത് ലാസ്റ്റ് കട്ടിയായി പോവും. പിന്നെ എനിക്കിഷ്ടമാണ് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ മുകളിൽ കണ്ടു ഒരുപാട് സ്പേസാണ്, ഒരു ഗോളം ടൈപ്പാണ് എൻ്റെ കണ്ണ്. മീൻസ് ഇങ്ങനെ അങ്ങനെ ഒരു റൗണ്ടാണ്. അപ്പോൾ ഇവിടെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അത്ര തിന്നാക്കി എഴുതിയാൽ എൻ്റെ കണ്ണിൽ കൺമഷിട്ടായിട്ട് അറിയ പോലുമില്ല. കട്ടിയായിട്ട് എഴുതുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും അത് അറിയുന്നത്. എനിക്ക് ഫാൻ ഓഫ് ആക്കിയിട്ട് തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, അത് കണ്ടെഴുതാണ്. അപ്പോൾ ഒരു കണ്ണ് എഴുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് എഴുതിയ കണ്ണ്, അല്ല ഇത് എഴുതിയ കണ്ണ്, ഇത് എഴുതാത്ത കണ്ണ്. വിച്ച് കണ്ണ് ഡു യു ലൈക്ക് ഗൈസ്? ഇനി ഈ കണ്ണ് എഴുതിയപ്പോൾ ഇത് എഴുതാനാണ് പാട് ഗൈസ്. അങ്ങനെ നമ്മളുടെ കണ്ണെഴുത്ത് മഹാമഹം അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഇല്ല, കണ്ണിൻ്റെ അടിയിൽ തന്നെ എല്ലാം പോക്കാം. അപ്പം നമുക്കിനി കണ്ണിൻ്റെ അടിയിൽ കൂടെ എഴുതി കൊടുക്കാം. അത് പൊതുവെ എഴുതാൻ മടിയാണ്, പക്ഷേ എല്ലാവരും പറയും കണ്ണ് ഭംഗി കണ്ണിൻ്റെ അടിയിൽ എഴുതുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സാധനം ഇടാണ്ട് മസ്കാര ഇടാം. ഇതേതായിരുന്നു? ഇത് ഇവിടെയാണത്. ഇവിടെ തന്നെ ഫേസസ് കാനഡ ഉണ്ട്, ഇവയുണ്ട്. അത് എടുത്ത് ഏതെങ്കിലും മാറി മാറി ഉപയോഗിക്കും. മസ്കാര ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണ് കുത്തിപ്പോയാൽ കണ്ണ് ചെയ്തത് കൂടെ കുറവും. അപ്പോൾ ഗൈസ് നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. പൊതുവേ ഐബ്രോ ചെയ്യാറുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്യില്ല. അപ്പോൾ ഇത് പാറുച്ചേച്ചി സാൻഡിയൊക്കെ ചെയ്യും, അപ്പോൾ അതെനിക്ക് പാറുച്ചേച്ചി തന്നതാണ്. ബ്ലൂ ഹെവൻ്റെ ബ്രൗൺ ഷെയ്ഡാണ്. ഇതെനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല, അറിയണ പോലെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിരികം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അധികം സമയമില്ല. സില് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനെ കുറച്ച് പൗഡർ, ഇത് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ തൽക്കാലമുള്ള പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഇടയിൽ കാണുന്ന നിങ്ങൾ കുട്ടൊക്കെ പോയി പോകുന്നു. നോ ഗൈസ്, പോയില്ലേക്കും. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ സെറ്റ് ചെയ്തു, പൗഡറൊക്കെ ഇട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിബാം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനത് മറന്നു. ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡാണിത്. ഫേസ് സ്കാനഡാണ് തോന്നുന്നത്, അതുപോലെ ഉള്ളിൽ പാരീസ് ഒന്നും ഇല്ല, ഒന്നും കാണില്ല. ഫേസ് സ്കാനഡ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കുപ്പായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യാം ഗൈസ്. ഈ ഡ്രസ്സാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, ഡ്രസ്സ് ഇട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു, പെട്ടെന്നാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇനി 4-5 ഡ്രസ്സ് എടുത്തിട്ട് പൊട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് കുപ്പികളിടാം. ഇത് ഷാദി എന്ന കുപ്പികളാണ് ഗൈസ്. ഈ ടൈമിലില്ല, ഈ ടൈം നമുക്ക് മാറ്റി വെട്ടാം.
ഇത് പർസ് ചെയ്ത് വാച്ചാണ് ഗൈസ്. സ്വന്തമായിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു. സ്വന്തമായിട്ടുള്ള മാല ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് പുതിയ ഡ്രസ്സ് കസിൻ്റെ കല്യാണം വന്നപ്പോൾ എടുത്തതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. എൻ്റെ കുപ്പിവെള്ളം അതിൻ്റെ ഇടയിൽ ഒന്ന് പൊട്ടിയായിരുന്നു. നമുക്ക് ഇവിടെ നിർത്തുന്നുണ്ട്. സുന്ദരിയായി ഗൈസ്. ഇനി മാല ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാല ഊരിയിട്ട് ഈ മാല ഊരി ഇതെൻ്റെ ഫേവറേറ്റ് മാലയാണ് വന്നിട്ട് എടുത്തിടാം. പകരം ഈ ചോക്കർ ഇടാം ഗൈസ്. കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ. പ്രോഗ്രാമിനൊക്കെ പോവല്ലേ. വാവ് ബ്യൂട്ടിഫുൾ. ഓക്കെ മാലയിട്ടു. ഇനി ഹെയർ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഓപ്പൺ ഹെയർ ഇടാറുള്ളത്. അത് നമുക്ക് അവിടെ എത്തുമ്പോഴത്തേന് ഹെയർ അയച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെയുണ്ട് ഗൈസ്. സുന്ദരിയായിട്ടില്ലേ? ഈ മാലയുടെ മഞ്ഞ നല്ല ഭംഗിയായത് എൻഗേജ്മെൻറ്റിനൊക്കെ എടുത്ത് അളവ് വാങ്ങി തന്ന മാലയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ കണ്ണൂർ പോവാണ്. കണ്ണൂർ പോകുന്ന വ്ളോഗ് ഞാൻ എടുക്കുവാണെങ്കിൽ അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പം സുന്ദരിയായിട്ടില്ലേ ഗൈസ്? ഗെറ്റ് റെഡിയൊക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് വേഗം വീണ്ടും കാണാം. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റ ഫ്രം കടലും ലാവും.